IPL 2026 ആദ്യ പകുതിയിൽ കിരീടം വരെ ഉറപ്പിച്ച ഫോമിൽ നിന്നും പെട്ടെന്ന് തകർന്നടിയുന്ന പഞ്ചാബ് കിങ്സിന്റെ കനത്ത വീഴ്ചയെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തുടർച്ചയായ 5 തോൽവികളുമായി പ്ലേ ഓഫ് ഉറപ്പാക്കാൻ പാടുപെടുകയാണ് ടീം ഇപ്പോൾ. ഹെഡ് കോച്ച് റിക്കി പോണ്ടിങ്ങിന്റെ തന്ത്രങ്ങൾക്കും നായകൻ ശ്രേയസ് അയ്യരിലെ മികവിനും പഞ്ചാബിനെ ഈ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നില്ല. ആദ്യ പകുതിയിൽ മാസ് കാട്ടിയ പഞ്ചാബിന് രണ്ടാം പകുതിയിൽ എവിടെയാണ് പിഴച്ചതെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ടൂർണമെന്റിന്റെ ആദ്യ പകുതിയിൽ തകർപ്പൻ ബാറ്റിംഗ് പുറത്തെടുത്ത പഞ്ചാബ് കിങ്സ് രണ്ടാം പകുതിയിൽ വലിയ രീതിയിലാണ് പിഴച്ചിരിക്കുന്നത്. മുലംപൂരിയിലെയും ധരംശാലയിലെയും ബാറ്റിംഗ് പ്രതീക്ഷകളിൽ എതിരാളികൾ പഞ്ചാബിന്റെ ബാറ്റിംഗ് ഘടനയെ പൂർണ്ണമായും തകർക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ആദ്യ പകുതിയിൽ പ്രഭുശ്രീമാൻ സിംഗും പ്രയാൻഷ് ആര്യയും ചേർന്ന് നൽകിയ ഹൈലി എക്സ്പ്ലോസീവായ തുടക്കങ്ങളാണ് പഞ്ചാബിന്റെ വിജയങ്ങൾക്ക് അടിത്തറയിട്ടത്. എന്നാൽ രണ്ടാം പകുതിയിൽ എതിരാളികൾ ഈ ഓപ്പണിംഗ് സഖ്യത്തെ കൃത്യമായി പൂട്ടിക്കെട്ടി. രാജസ്ഥാനെതിരെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് പിരിഞ്ഞത് 37 റൺസിലാണ്. ഗുജറാത്തിനെതിരെ വെറും 2 റൺസിനും ഹൈദരാബാദിനെതിരെ 4 റൺസിനും ഇടയിൽ 2 ഓപ്പണർമാരും പവലിയനിലേക്ക് തിരിച്ചെത്തി. തോൽവി ഏറ്റുവാങ്ങിയ അവസാന 5 മത്സരങ്ങളിൽ ഓപ്പണിംഗ് സഖ്യത്തിന്റെ ശരാശരി സമ്പാദ്യം വെറും 34 റൺസ് മാത്രമായി ചുരുങ്ങി. എന്നാൽ പഞ്ചാബ് വിജയിച്ച മത്സരങ്ങളിൽ ഇതേ സഖ്യം 53 ശരാശരിയിൽ 323 റൺസ് അടിച്ചുകൂട്ടിയിരുന്നു. ഇത് ഈ തകർച്ചയുടെ ആഴം വ്യക്തമാക്കുന്നു. ഓപ്പണർമാർ നേരത്തെ മടങ്ങുമ്പോൾ ഇന്നിംഗ്സ് നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്വം മധ്യനിരക്കാണ്. എന്നാൽ ആദ്യ പകുതിയിലെ സ്ഥിരത രണ്ടാം പകുതിയിൽ നിലനിർത്താൻ മധ്യനിരയ്ക്ക് കഴിഞ്ഞില്ല. മുൻപിൽ നിന്ന് നയിക്കേണ്ട നായകൻ ശ്രേയസ് അയ്യറിന് അവസാന 5 മത്സരങ്ങളിൽ ഒരു തവണ മാത്രമാണ് 30 റൺസ് കടക്കാനായത്. നായകന്റെ ഈ ഫോമില്ലായ്മ ടീമിനെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. മധ്യനിരയിൽ റൺ വേഗത നിലനിർത്തേണ്ട കൂപ്പർ കനോലിയും അതേ സ്ഥിരതയില്ലായ്മ തുടരുകയാണ്. ബാറ്റിംഗിന്റെ പെട്ടെന്നുള്ള ഫോമില്ലായ്മ പഞ്ചാബ് ടീമിന്റെ ബൗളിംഗ് രംഗത്തെ വലിയ ദൗർബല്യങ്ങളെയും ഫീൽഡിംഗിലെ മോശം നിലവാരത്തെയുമാണ് ഇപ്പോൾ കൃത്യമായി പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ആദ്യ പകുതിയിൽ അനായാസം വലിയ റൺമലകൾ പിന്തുടർന്ന് ജയിച്ചപ്പോൾ ബൗളർമാരുടെ പോരായ്മകളെ ബാറ്റർമാർ ഒളിച്ചു വെക്കുകയായിരുന്നു. എന്നാൽ രണ്ടാം പകുതിയിൽ ആദ്യ ബാറ്റിംഗിന് ഇറങ്ങേണ്ടി വന്നതോടെ ബൗളിംഗ് നിരയുടെ പരാജയം പൂർണ്ണമായും തുറന്നു കാട്ടപ്പെട്ടു. പഞ്ചാബ് നിരയിൽ വിക്കറ്റ് കണ്ടെത്താൻ പ്രധാനമായും 2 ബൗളർമാർ മാത്രമാണ് അധ്വാനിക്കുന്നത്. പേസ് ബോളിംഗിൽ അർഷദീപ് സിംഗ് 13 വിക്കറ്റുകളും സ്പിൻ വിഭാഗത്തിൽ യുസ്വേന്ദ്ര ചഹൽ 9 വിക്കറ്റുകളും നേടി മികച്ച പ്രകടനം നടത്തുന്നുണ്ട്. എന്നാൽ മറുവശത്ത് ഇവർക്ക് കൃത്യമായ പിന്തുണ നൽകാൻ മറ്റു ബൗളർമാർക്ക് സാധിക്കുന്നില്ല. പവർ പ്ലേയിലും ഡെത്ത് ഓവറുകളിലും അർഷദീപിന് കൂട്ടാകേണ്ട ദക്ഷിണാഫ്രിക്കൻ ഇടങ്കയ്യൻ പേസർ മാർക്കോ യാൻസൺ വിക്കറ്റ് കണ്ടെത്തുന്നതിലും റൺസ് നിയന്ത്രിക്കുന്നതിലും കനത്ത പരാജയമാണ്. ഈ സീസണിൽ 12 മത്സരങ്ങളിൽ നിന്ന് വെറും 7 വിക്കറ്റുകൾ മാത്രമാണ് യാൻസന്റെ സമ്പാദ്യം. റൺസ് വിട്ടുകൊടുക്കുന്നതിലാകട്ടെ 11-അടുത്താണ് അദ്ദേഹത്തിന്റെ ഇക്കോണമി റേറ്റ്. നിലവിൽ പഞ്ചാബ് ബൗളറിംഗ് നിരയിൽ ഇക്കോണമി 9 താഴെയുള്ള ഒരു ബൗളർ പോലും ഇല്ല എന്നത് റിക്കി പോണ്ടിങ്ങിന്റെ തന്ത്രങ്ങളുടെ പാളിച്ചയായി വിലയിരുത്താം. ബൗളർമാരുടെ ആത്മവിശ്വാസം കെടുത്തുന്ന രീതിയിലാണ് പഞ്ചാബിന്റെ ഫീൽഡിംഗ് യൂണിറ്റ് മൈതാനത്ത് പ്രവർത്തിക്കുന്നത്. സമ്മർദ്ദഘട്ടങ്ങളിൽ അനായാസ കാച്ചുകൾ പോലും ഫീൽഡർമാർ നിലത്തിടുന്നു. ടൂർണമെന്റിൽ ഇതുവരെ ഏകദേശം 20 ക്യാച്ചുകളാണ് പഞ്ചാബ് ഫീൽഡർമാർ കൈവിട്ടത്. സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ മത്സരത്തിൽ ഫീൽഡിംഗിൽ വരുത്തിയ അബദ്ധങ്ങൾ മാത്രം മതി ഇവർ സ്വയം ജയം എത്രത്തോളം ദാനം ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കാൻ. രണ്ടാം പകുതിയിൽ പഞ്ചാബിന് നഷ്ടമായ മത്സരങ്ങളിൽ ഭൂരിഭാഗവും ഫീൽഡിംഗ് കൈവിട്ട് കളഞ്ഞതാണെന്ന് വ്യക്തം. ഇനി 2 മത്സരങ്ങളാണ് പഞ്ചാബ് കിങ്സിന് ലീഗിൽ അവശേഷിക്കുന്നത്. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ലക്നൗ സൂപ്പർ ജയൻസുമാണ് എതിരാളികൾ. 2 മത്സരങ്ങളും വിജയിച്ചാൽ മാത്രമേ പഞ്ചാബിന് പ്ലേ ഓഫ് ഉറപ്പാക്കാൻ സാധിക്കൂ. ഒന്നിൽ പരാജയപ്പെട്ടാൽ പോലും മറ്റു ടീമുകളുടെ മത്സരഫലങ്ങളെ ആശ്രയിക്കേണ്ടി വരും. റിക്കി പോണ്ടിങ്ങിന്റെ തന്ത്രങ്ങൾ ഇനി എങ്ങനെ മാറുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം.